ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയും അമ്മായിയും കൊണ്ടുവന്ന പെട്ടി തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് മനോരമ. അപ്പോൾ അമ്മായി ചെന്നിട്ട് അതിൻ്റെ മുകളിൽ കാല് വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ പെട്ടി തുറന്നു നോക്കുന്നത് മര്യാദയുള്ള കാര്യമാണ് മനോരമേ? അയ്യോ, ഞാനിത് തുറക്കാൻ നോക്കിയതല്ല, ഇതാരും തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പൂട്ടുണ്ടോ എന്ന് നോക്കിയതാ എന്ന് പറയുമ്പോൾ, എങ്കിൽ കുഴപ്പമില്ല, ഞാൻ വിചാരിച്ചു മനോരമ ബ്രഹ്മാസ്ത്രം തപ്പി ഇറങ്ങിയതാന്ന് എന്ന് പറഞ്ഞിട്ടും അമ്മായി അങ്ങ് കയറിപ്പോവാണേ. തുടർന്ന് നമ്മുടെ അഞ്ജലി വന്നിട്ട് അശ്വിനോട് ചോദിക്കുന്നുണ്ട്, കുഞ്ഞാ ശ്യാമേട്ടനെ കണ്ടിരുന്നോ? ശ്യാമേട്ടൻ അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ ചേച്ചി. അവിടെ ഉണ്ടായിരുന്നോ? കണ്ണൊന്ന് തെറ്റിയപ്പോൾ ആളെ കാണാനില്ല. ഞാൻ തന്നെ എല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എങ്ങനാ? പുറത്തുനിന്ന് ആൾ വെക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് മാനേജ് ചെയ്യാം എന്ന് പറഞ്ഞു. എന്നെ ആവേശം കൊള്ളിച്ചു. എന്നിട്ടിപ്പോൾ ആളെ കാണുന്നില്ല. എന്തൊരു കഷ്ടമാണ് ഇത് എന്ന് പറയുമ്പോൾ കുഞ്ഞൻ പറയുന്നുണ്ട്, ശ്യാമേട്ട എവിടെയെങ്കിലും കാണും ചേച്ചി, ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഇവിടെ കണ്ടാൽ പറഞ്ഞു വിടാം എന്ന് പറയാട്ടോ. അപ്പോൾ അശ്വിൻ ശ്യാമിനെ കാണുന്നുണ്ട്. ശ്യാമാണെങ്കിൽ ആ തേള് വെച്ച പെട്ടി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണേ. ശ്യാമേട്ടാ എന്തെടുക്കുക? ഒന്നുമില്ല അളിയ. ചേച്ചി ശ്യാമേട്ടനെ കുറേ നേരമായി അന്വേഷിക്കുന്നു, ടെൻഷനിലാ പാവം. അതളിയാ, ഞാനൊരു കോൾ വന്നിട്ട് ഇങ്ങോട്ട് പോകുന്നതാ, ഞാൻ അങ്ങോട്ട് പോകാൻ തുടങ്ങിയായിരുന്നു എന്നൊക്കെ ഒരു വിറയലോടെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അശ്വിൻ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ശ്യാമേട്ടനെ? ആകെ ഒരു വെപ്രാളം പോലെ. അതൊന്നുമില്ല, അത് വെറുതെ തോന്നുന്നതാന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാം അങ്ങ് പോവാണേ. തുടർന്ന് അഞ്ജലി ഗസ്റ്റുകളെ സ്വാഗതം ചെയ്യാണ് കേട്ടോ. എൻ്റെ അനിയ ആകാശിൻ്റെ വിവാഹം നടക്കാൻ പോകുന്ന ഈ വേളയിൽ ഇവിടെ ഒരു മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. അതിന് സമ്മാനമായി കൊടുക്കുന്നത് എൻ്റെ മുത്തശ്ശിയുടെ വക ഒരു നടരാജ വിഗ്രഹമാണ്. പെൺവീട്ടുകാരുടെയും ആൺവീട്ടുകാരുടെയും മത്സരം കാണാൻ വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആദ്യം നടക്കാൻ പോകുന്നത് ആൺവീട്ടുകാരുടെ മത്സരമാണെന്ന് പറഞ്ഞിട്ട് അഞ്ജലിയും ശ്യാമും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ഡാൻസാണ്. മധുമതി പൂവിരിഞ്ഞതോ എന്ന ഡാൻസാണ് കേട്ടോ അവർ കളിക്കുന്നത്. അതിൻ്റെ ഇടയിലൊക്കെ ശ്യാം ആ പെട്ടി ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണേ. ആ സമയത്തൊക്കെ അഞ്ജലി ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ ഡാൻസ് കളിക്കുന്നത്. ആ ഡാൻസ് അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അമ്മായിയുടെ കിളി പോവാണ് കേട്ടോ. അയ്യോ മോളെ, ഇവർ നമ്മളെ തോൽപ്പിക്കുമെന്നാ തോന്നുന്നത്, അത്രയ്ക്ക് ഉഗ്രൻ ഡാൻസ് ആയിരുന്നു അവരുടേത്. അമ്മായി ടെൻഷൻ അടിക്കാതെ നിൽക്ക്, ആത്മവിശ്വാസമാണ് നമുക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുക്കുക കേട്ടോ. ശ്രുതി, നിനക്ക് അങ്ങനെയൊക്കെ പറയാം, എനിക്ക് കൈയും കാലും വരച്ചിട്ട് വെയ്യ മോളെ എന്നൊക്കെ പറയണേ. എടി മോളെ, എനിക്ക് നെഞ്ചിടിപ്പ് ഇവിടെ കേൾക്കാം, ഇതൊന്നും വേണ്ടിയിരുന്നില്ല എൻ്റെ കൃഷ്ണ എന്ന് പറയുമ്പോൾ അഞ്ജലി വിളിച്ച് പറയുന്നുണ്ട്, ഇനി അടുത്തത് വധുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഡാൻസാണെന്നുള്ള കാര്യം. അയ്യോ മോളെ, നമ്മുടെ അവസരമാണ്, ആകപ്പാടെ എനിക്ക് കൈയും കാലും വിറച്ചിട്ട് വെയ്യാന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഒന്നുമില്ല അമ്മായി, നമ്മൾ തന്നെ ജയിക്കും. എടി മോളെ, നമ്മളെങ്ങാണ്ട് തോറ്റു പോയല്ലോ എന്നൊക്കെ ചോദിക്കുകയാണേ അമ്മായി. എൻ്റെ കുട്ടി കൃഷ്ണ, അമ്മായിക്ക് പഠിച്ചു വെച്ച സ്റ്റെപ്പൊന്നും മറന്നു പോവാതിരിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയും ആകെ ടെൻഷനിലാണേ. എൻ്റെ കൃഷ്ണ, ഏത് നേരത്താണാവോ ഇതിന് തല വെച്ച് കൊടുക്കാൻ തോന്നിയത്? എൻ്റെ മോളെ, ആ മൂന്നാമത്തെ സ്റ്റെപ്പ് ഏതായിരുന്നടി? എൻ്റെ അമ്മായി, അതൊന്നും ഇനി പറഞ്ഞു തരാൻ പറ്റില്ല, അമ്മായിക്ക് ഇഷ്ടമുള്ള പോലെ കളിച്ചോ എന്നൊക്കെ പറയണേ. അപ്പോൾ പ്രീതിയും പ്രമീളൊക്കെ ധൈര്യം കൊടുക്കുകയാണ് കേട്ടോ. എങ്കിലേ ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോവാന്ന് പറയുമ്പോൾ ശ്രുതി കൈ പിടിച്ച് നിർത്തണേ. തുടർന്ന് നമ്മുടെ മനോരമ അവിടെ നിൽക്കുന്ന ആളുകളോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു ഡാൻസ്? അടിപൊളിയായിരുന്നു, ഒക്കെ ഞാൻ പഠിപ്പിച്ചതാ, സമയം തീരെ ഇല്ലായിരുന്നു, സമയം കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്ഷൻ കിട്ടുമായിരുന്നു എന്ന് പറയുമ്പം മോഹനേട്ടൻ പറയുന്നുണ്ട്, പെർഫെക്ഷൻ അല്ല മനോരമേ, പെർഫെക്ഷൻ, അതാ കറക്റ്റ് എന്ന് പറയുമ്പോൾ പെർഫെക്ഷൻ അല്ലേ? മോഹനേട്ടാ, ഞാൻ നിങ്ങളോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ മറ്റുള്ളവരുടെ മുൻപിൽ നിന്ന് തിരുത്താൻ നിൽക്കരുതെന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ ശ്രുതി മ്യൂസിക്കിൻ്റെ ടീമിനോട്, അവിടെ അങ്ങനെ ലൈറ്റ് വെക്കണം, ഇവിടെ നിലവിളക്ക് കത്തിച്ച് വെക്കണം, ചിരാത് വെക്കാൻ പറ്റില്ലല്ലോ, അവിടെ ഒരു ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കണം എന്നൊക്കെ പറയണേ. ആ സമയത്ത് ശ്രുതിയുടെ അടുത്തേക്ക് ആകാശ് വരുന്നു. എന്താ ശ്രുതി, നിനക്ക് ടെൻഷൻ ഉണ്ടോ? ഇല്ല സർ, സാറിന് വെറുതെ തോന്നുന്നതാ, എന്നാലും എന്തോ ഒരു ടെൻഷൻ പോലെ ഉണ്ടല്ലോ. അശ്വിൻ ചേട്ടൻ അത്രയ്ക്ക് പേടിയാണോ ശ്രുതിക്ക്? എന്തിനാ ഇത്രയും നെർവസ് ആവുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും മനോരമയോട് കൂടെ നിൽക്കുന്ന പെണ്ണുങ്ങൾ ചോദിക്കുന്നുണ്ട്, അതല്ലേ കല്യാണ പെണ്ണിന്റെ അനിയത്തി? യെസ് അതെ, ആ നിൽക്കുന്നതാ എൻ്റെ മോൻ, കല്യാണ ചെക്കനാ എന്ന് പറഞ്ഞിട്ട് ആകാശിനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് സംസാരിക്കുകയാണേ. ഞാനെന്തിനാ നിങ്ങളുടെ ചേട്ടനെ പേടിക്കുന്നത്? എനിക്കൊരു പേടിയില്ല, അല്ലെങ്കിൽ തന്നെ പേടിക്കേണ്ട എന്ത് കാര്യമുള്ളതെന്ന് പറഞ്ഞ് തിരിയുമ്പോൾ ആകാശ് പോയ സ്ഥലത്ത് അശ്വിൻ വന്ന് നിൽക്കുകയാണേ. അപ്പോൾ രണ്ടുപേരും കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുക കേട്ടോ. അശ്വിനാണെങ്കിൽ ഇങ്ങനെ ചിരി ഫിറ്റ് ചെയ്തിട്ടാട്ടോ നിൽക്കുന്നത്. ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ കൊണ്ട് വയ്യാതെയും. അപ്പോൾ തന്നെ നമ്മുടെ അമ്മായി വന്നിട്ട് വിളിച്ചുകൊണ്ട് പോവാൻ കേട്ടോ. എടി മോളെ, എനിക്കാകെ വിറയുന്നെടി എന്നൊക്കെ പറയുമ്പോൾ അമ്മായി, ഒരു ടെൻഷനും വേണ്ട, ആത്മവിശ്വാസം കൂടെ വേണം, നമ്മൾ തന്നെ ജയിക്കും എന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ ഇത് നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ.
അപ്പോൾ ആകാശ് ചോദിക്കുന്നുണ്ട് മനോരമയോട്, എന്താ അമ്മ എന്തിനാ വിളിച്ചേ? അത് പിന്നെ നിന്നോട് ഞാൻ എത്ര പറഞ്ഞിട്ടുണ്ടടാ ആ ബേക്കറി പെണ്ണിനോട് സംസാരിച്ച് നിൽക്കരുതെന്ന്. അത് പ്രീതിയുടെ അനിയത്തി ശ്രുതിയല്ലേ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ നീ മിണ്ടണ്ട എന്ന് പറഞ്ഞിട്ട് വലിച്ചുകൊണ്ട് പോവാട്ടോ. തുടർന്ന് നമ്മുടെ മനോരമ ജ്യൂസിൽ ഒരു പൊടിയിട്ട് കലക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മൈ ഗോഡ്, ആ അമ്മായി തള ഡാൻസ് കളിച്ച് ഞെളിഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നു. അവരുടെ പെർഫോമൻസിനെങ്ങാനും ആണ് ആ നടരാജ വിഗ്രഹം അടിക്കുന്നതെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ മൈ ഗോഡ് ഇതുകൊണ്ട് മിന്നിച്ചേക്കണേ എന്ന് പറഞ്ഞിട്ട് ജ്യൂസ് എടുത്തുകൊണ്ട് പോവാണേ. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന സ്വീറ്റ്സ് കാണുന്നത്. 2 സ്വീറ്റ്സും കൂടെ വെച്ചേക്കാം എന്ന് പറഞ്ഞാൽ ആ പെട്ടി എടുക്കുന്ന നേരം നമ്മുടെ ശ്യാം അങ്ങോട്ടേക്ക് വരികയാണേ. അമ്മായി അത് എടുക്കണ്ട. അതെന്താ മോനെ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, അത് എനിക്ക് ഒരാൾ വരാനുണ്ട്, അവർക്ക് വേണ്ടി വെച്ചിരിക്കാം. അതാരാ ഇപ്പോൾ? അത് എൻ്റെ ഓഫീസിലുള്ള ചിലരാണ് വരാൻ പോകുന്നത്, അവർക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചേക്കാം എന്ന് പറയുമ്പോൾ മനോരമ പറയുന്നുണ്ട്, ഇവൻ എങ്ങാനും ഞാൻ ജ്യൂസിൽ പൊടിയിട്ടത് കണ്ടിട്ടുണ്ടാവോ, വല്ലാതെ ഇവിടെ നിൽക്കണ്ട പോയേക്കാം എന്ന് പറഞ്ഞിട്ട്, എന്നാൽ പിന്നെ ഈ സ്വീറ്റ്സ് ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ജ്യൂസ് മാത്രമായിട്ട് പോവാണേ. അപ്പൊ ശ്യാം ചോദിക്കുന്നുണ്ട്, എൻ്റെ കള്ളത്തരം അവർ കണ്ടുപിടിച്ചിട്ടാണോ അതോ അവർ വല്ല കള്ളത്തരം ചെയ്യുന്നുണ്ടോ